ഹലോ എവരി വൺ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. സോ നമ്മളെല്ലാവരും എക്സാമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുക അല്ലേ? നമുക്ക് നാളെയാണ് നമ്മൾ മാത്സിൻ്റെ എക്സാം. സോ നിങ്ങളെല്ലാവരും പഠിച്ചൊക്കെ ഇരിക്കുകയായിരിക്കും. സാർ ഇന്ന് വന്നിട്ടുള്ളത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ. നമ്മൾ പഠിച്ച ഓരോരോ ചാപ്റ്റേഴ്സിനും ഓരോരോ വീഡിയോസ് ആക്കിയിട്ട് തന്നെ സാർ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററാണ്. സോ ആംഗിൾസിൽ നിന്ന് നമ്മളൊന്ന് റിവിഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ റെഡി ആണോ എന്ന് അറിയില്ല എപ്പോഴാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് മുമ്പത്തെ എക്സാംസിൽ അല്ലേ, കഴിഞ്ഞ വർഷം അതിൻ്റെ ബിഫോർ ഇയേഴ്സ് ഒക്കെ പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? സോ നമ്മൾ എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 8 ക്വസ്റ്റ്യൻസ്, അതായത് 8 ആക്ടിവിറ്റീസ് ആണ് നമ്മൾ എക്സാമിൽ ഉണ്ടാവുക. ആൻഡ് ഈ 8 ആക്ടിവിറ്റീസിൽ നിങ്ങൾ ഏതെങ്കിലും 6 ആക്ടിവിറ്റി നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, 8 ഉണ്ടാവും, അതിൽ 6 ചെയ്താൽ മതി. ഈ 8 നമുക്ക് 2 എന്തായാലും നമ്മൾ ഈ ഒരു ചാപ്റ്ററിന് വരും. ഓക്കെ, ഈ ആംഗിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് എന്തായാലും 2 ക്വസ്റ്റ്യൻസ് വരും, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻസും വരാം. ഓക്കെ അല്ലേ? സോ എന്തായാലും നമ്മൾ ഇനി കൂടുതൽ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അവസാനത്തെ ദിവസമാണ് അല്ലേ? സോ ഫസ്റ്റ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് മെയിനായിട്ട് പഠിച്ചത്? നമ്മൾ പഠിച്ചത് ആദ്യം നെയിമിംഗ് ഓഫ് ആംഗിൾസ് ആയിരുന്നു. ഒരു ആംഗിൾ തന്നാൽ അതിൻ്റെ നെയിമിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. സോ നെയിമിങ്, ഞാൻ ആദ്യം ഒരു ആംഗിൾ വരയ്ക്കാം. ഇവിടെ ഒരു ആംഗിൾ വരച്ചു, ഞാൻ ABC എന്നുള്ള നെയിമിങ് കൊടുത്തു. ഓക്കെ, ഈ ആംഗിളിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? നമ്മൾ റെപ്രസെൻ്റ് ചെയ്യൽ ആംഗിൾ ABC അല്ലെങ്കിൽ ആംഗിൾ CBA. ഈ 2 രൂപത്തിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണ്? ഈ ആംഗിൾ വരുന്ന ഭാഗം, ഇവിടെയാണ് ആംഗിൾ വരുന്നത്, അത് ബിയിലാണ്. ആ ബി എപ്പോഴും സെൻറ്ററിൽ വരണം. ആ ഒരു കാര്യമാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആംഗിൾ എങ്ങനെയാണ് നെയിമിങ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അടുത്ത് നമ്മൾ റൈറ്റ് ആംഗിൾ എന്താണെന്ന് പഠിച്ചിരുന്നു. 90 ഡിഗ്രി വരുന്ന ആംഗിൾസിനാണ് നമ്മൾ റൈറ്റ് ആംഗിൾ എന്ന് പറയുക അല്ലേ? ആൻഡ് അത് വെച്ചിട്ട് നമ്മൾ ഒരു 3 ഡിവിഷൻസ്, അതായത് മോർ ദാൻ റൈറ്റ് ആംഗിൾ, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആൻഡ് റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി. അപ്പോൾ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രീൻ്റെ താഴെ വരുന്നത്. അത് വളരെ ഈസി ആയിട്ട് നോക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം ഞാനിവിടെ വരച്ച ആംഗിൾ, ഇത് മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണോ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണോ? ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്. കാരണം എങ്ങനെ? നമുക്കറിയാം, ഒരു റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഒരു എൽ ഷേപ്പിലായിരിക്കും അല്ലേ? എൽ ഷേപ്പിലായിരിക്കും അതിനേക്കാളും ചെറിയ വാല്യൂസ് വരുന്നത്. അതായത് ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു ആംഗിൾ വരക്കുകയാണെങ്കിൽ അത് എല്ലിനേക്കാളും ചെറിയ ആംഗിളാണ്, അതൊക്കെ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആയിരിക്കും. ഇനി മോർ ദാൻ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഒരു എൽ ഷേപ്പിനേക്കാളും വലിയ ആംഗിൾസ് ആയിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് പ്രൊട്രാക്ടറിൽ നമ്മൾ മെഷർമെൻറ്റ് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അറിയണം അല്ലേ? കാരണം നമ്മൾ പ്രൊട്രാക്ടറിൽ നമുക്ക് ചെയ്യുമ്പോൾ ഓരോന്ന് ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചിരുന്നു, റൈറ്റ് ആംഗിൾ, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ, മോർ ദാൻ റൈറ്റ് ആംഗിൾ. ആൻഡ് അടുത്തത് നമുക്ക് കൺസ്ട്രക്ഷൻ പഠിച്ചിരുന്നു. നമ്മൾ എങ്ങനെയാണ് ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്യുക? ഒരു പ്രൊട്രാക്ടറും സ്കെയിലും വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഏതൊരു ആംഗിൾസും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും അല്ലേ? ആൻഡ് ഈ ഒരു ആംഗിൾസ് കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് പല പോളിഗൺസും, അതായത് ട്രയാങ്കിൾ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിരുന്നു, പാരലോഗ്രാം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. എന്തായാലും നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രീവിയസ് ഇയർ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ഓക്കെ, ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് 4 ഫിഗേഴ്സ് തന്നു. ഇവിടെ 4 ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? 4 ഫിഗേഴ്സ് തന്നു. ആൻഡ് ഈ 4 ഫിഗേഴ്സിലും നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ ഒരു ആംഗിൾ മെഷർ ചെയ്യുകയാണ്. ഇതിൽ ഏതാണ് കറക്റ്റ് മെഷർ ചെയ്യാൻ കറക്റ്റ് രൂപത്തിൽ ഏതിലാണ് ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫിഗർ നോക്കുകയാണെങ്കിൽ ഇവിടെ ആംഗിൾ ഇങ്ങനെയുള്ളത്, പ്രൊട്രാക്ടർ വെച്ചിട്ടുള്ളതോ നേരെ തിരിച്ചും. കറക്റ്റാണോ? അല്ല. ഇനി അടുത്തത് ഇവിടെ നോക്കുകയാണെങ്കിൽ ആംഗിൾ ഇങ്ങനെയുള്ളത്, പ്രൊട്രാക്ടർ വെച്ചിട്ടുള്ളത്, ഓ കറക്റ്റാണോ? അല്ല, അതും തെറ്റാണ് അല്ലേ? ഇനി അടുത്തത് ഇവിടെ നോക്കുകയാണെങ്കിൽ ആംഗിൾ ഈ രൂപത്തിൽ, പ്രൊട്രാക്ടർ കറക്റ്റ് ആംഗിളിൻ്റെ അതേ രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പോയിന്റ് അല്ലേ, ബി എന്നുള്ള പോയിന്റ് തന്നെയാണ് പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററും വരുന്നത്. സോ കറക്റ്റ് മെഷർ ചെയ്യാൻ കറക്റ്റ് ഈ രൂപത്തിലാണ് വെക്കുന്നത്. സോ നമ്മളെ ഈ ഒരു ഫിഗറാണ് കറക്റ്റ്. ആൻഡ് നാലാമത്തെ ഫിഗർ ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കറക്റ്റ് രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്, പക്ഷേ ഈ പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററും ആംഗിൾ ബിയും തമ്മിൽ വ്യത്യാസം. സോ ആ രൂപത്തിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇതിൽ ഏത് ഫിഗറാണ് കറക്റ്റ്? കണ്ടെത്തി, ഈ ഒരു ഫിഗറാണ് കറക്റ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇതിൽ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ ABC-യുടെ മെഷർമെൻറ്റ് എത്രയാണ്? നമുക്ക് ആ കാര്യം അറിയുന്നുണ്ടെങ്കിൽ, പ്രൊട്രാക്ടറിൻ്റെ കാര്യം അറിയുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നോക്കല്ലേ? ഇവിടെ ഞാൻ നോക്കുകയാണ്, നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്, കാണുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ പ്രൊട്രാക്ടർ കറക്റ്റ്, ഇവിടെ മെഷർമെൻറ്റ് കറക്റ്റാക്കി വെച്ചു. ഇവിടെ വരുന്ന വാല്യൂ എഴുതണം അല്ലേ? ആൻഡ് ഇവിടെ വാല്യൂ നോക്കുമ്പോൾ ഇവിടെ 2 വാല്യൂസ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഇവിടെ വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് 60 വരുന്നുണ്ട്, പിന്നെ 120 വരുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഏത് ആംഗിൾസ് വെച്ച് നോക്കുമ്പോഴും 2 എന്തുണ്ടാവും? മെഷർമെൻറ്റ്സ് ഉണ്ടാവും പ്രൊട്രാക്ടറിൽ. ഇതിൽ 120 ആണോ 60 ആണോ
ഈസി ആയിട്ട് കണ്ടുകൂടെ? നമുക്കറിയാം ഒരു റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എൽ ഷേപ്പാണ്. എൽ ഷേപ്പിനേക്കാളും ചെറുതാണെങ്കിൽ എന്തായാലും 120 ഒന്നും വരില്ല, 60 ആണ് വരിക അല്ലേ? 90നേക്കാളും സ്മോളർ വാല്യൂ ആണ് വരിക. സോ 60 ആയിരിക്കും. ഈ കാര്യം അറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ ഈ 120 കൊടുക്കാൻ കാരണം എന്താ? 120 കൊടുക്കാൻ കാരണം നമ്മൾ പ്രൊട്ടക്ടറിൽ കൊടുക്കാൻ കാരണം എന്താ? നമ്മൾ ആംഗിൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കും. ഈ രൂപത്തിലാണെങ്കിൽ നമ്മൾ ഈ പ്രൊട്ടക്ടർ ഇതേ രൂപത്തിലാണ് വെക്കുക. ഈ ഒരു ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ എത്രയായിരിക്കും? ഇത് മെഷർ ചെയ്യാൻ 60 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഇത് 120 ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ആ രണ്ട് മെഷർമെൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുള്ളത്. സോ അത് 60 ആണോ 120 ആണോ നമ്മൾ ആംഗിൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്ലിയർ അല്ലേ? സോ അതായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഈ ഒരു മെഷർമെൻറ്റ് ഒന്നും ചിലപ്പോൾ ഇതിൻ്റെ ഹാഫ് കാണാനായിരിക്കും. ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ മെഷർ ചെയ്തു, ആംഗിൾ എ ബി സി നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ എ ബി സി 60 ഡിഗ്രി ആണെന്ന് കിട്ടി. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഈ ഒരു മെഷർ ചെയ്ത ആംഗിളിൻ്റെ ഹാഫ് ഡ്രോ ചെയ്യാൻ, ഹാഫ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഹാഫ് എത്രയായിരിക്കും? 60ൻ്റെ ഹാഫ് 30 ഡിഗ്രി, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. 60ൻ്റെ ഡബിൾ എത്ര? 120 ഡിഗ്രി. നമുക്ക് കൺസ്ട്രക്ഷൻ ഈസി ആയിട്ട് ചെയ്തൂടെ? സോ നമ്മൾ കൺസ്ട്രക്ഷനിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു ലൈൻ വരയ്ക്കുക അല്ലേ? നിങ്ങളൊരു സ്കെയിൽ വെച്ച് നമ്മളൊരു ലൈൻ വരയ്ക്കുക. ചെറുപടെ ലൈൻ വരച്ചു, എന്നിട്ട് പ്രൊട്രാക്ടർ എടുക്കുക. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിന് നമുക്കൊരു നെയിമിംഗ് കൊടുക്കാം. അതായത് ഇത് എ, ഇത് ബി. ഓക്കെ, ഞാൻ നെയിമിംഗ് കൊടുത്തു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊട്രാക്ടർ ഇവിടെയും വെക്കുക. നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ ഇതിൻ്റെ ഹാഫ് ആയിട്ടുള്ള ആംഗിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. ഒന്നെങ്കിൽ ബിയിൽ നിങ്ങൾക്ക് ആംഗിൾ വരക്കാം, അല്ലെങ്കിൽ എയിൽ വരക്കാം. സോ ഞാനിപ്പോൾ വേണമെങ്കിൽ ആംഗിൾ എയിൽ നമുക്ക് ആംഗിൾ വരക്കാം. എത്രയാണ് വരക്കേണ്ടത്? ഞാൻ ഇതിൻ്റെ ഹാഫാണ് വരക്കേണ്ടത്. 60ൻ്റെ ഹാഫ് എത്ര? 30 ഡിഗ്രി ആണ് അല്ലേ? സോ 30 ഡിഗ്രി നമുക്ക് വരക്കാം. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൊട്രാക്ടർ എടുക്കുക, ആ കറക്റ്റ് എയിൽ വെക്കുക. 30 ഡിഗ്രി നമ്മൾ കറക്റ്റ് ഇവിടെ പോയിന്റ്, ആ പോയിന്റ് മാർക്ക് ചെയ്യുക. പ്രൊട്രാക്ടർ മാറ്റിയിട്ട് ഒരു സ്കെയിൽ വെച്ച് ഈ ഒരു നമ്മൾ പോയിന്റ് എയും അതുപോലെ ആ ഒരു പോയിന്റും കൂടി ടച്ച് ചെയ്യുന്ന ഒരു ലൈൻ വരയ്ക്കാം. ആംഗിളായി, നമുക്ക് ആംഗിളായി. ഇവിടെ ഈ ഒരു ആംഗിൾ ആയിരിക്കും. ആ ഒരു ആംഗിൾ നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി ആണ് അല്ലേ? ഇത്രയും ഈസിയാണ്. നമ്മൾ കൺസ്ട്രക്ഷൻ വളരെ ഈസിയാണ് അല്ലേ? സോ അങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യേണ്ടത്. സോ ഇതായിരുന്നു നമ്മൾ 2018 ചോദിച്ച ചോദ്യം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകണം. ഓക്കെ, ഇതും 2018 ചോദിച്ച ചോദ്യമാണ്. ഇവിടെ 3 ക്ലോക്ക്സ് തന്നു, 3 ക്ലോക്കിൻ്റെ ഫിഗേഴ്സ് തന്നു. ഇനി നമ്മളോട് ചോദിച്ച ചോദ്യം ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതാനാണ്. അതായത് ഈ 3 ക്ലോക്കിലും ഇവിടെ പല ആംഗിൾസും വരുന്നുണ്ട് അല്ലേ? ഈ മിനിറ്റ് ഹാൻഡ് അവർ ഹാൻഡും തമ്മിൽ പല ആംഗിൾസും വരുന്നുണ്ട്. ഇത് നമ്മൾ അറേഞ്ച് ചെയ്തതാണ്. അതായത് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ ചോദിക്കുക, ചിലപ്പോൾ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ആയിരിക്കും. ഏതായാലും ഈസി ആയിട്ട് ചെയ്തുകൂടെ? നമുക്ക് ഇവിടെ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എന്നുള്ള രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? നമുക്ക് കാണാൻ, നമുക്ക് റൈറ്റ് ആംഗിൾ അറിയാം. റൈറ്റ് ആംഗിളിനേക്കാളും ചെറിയ ആംഗിൾസ് ആണ് ഇത്. ഇവിടെ 9 o'clock ആണ്. ഇത് റൈറ്റ് ആംഗിളാണ്. ഇത് റൈറ്റ് ആംഗിളിനേക്കാളും ചെറിയ ആംഗിളാണ് അല്ലേ? എൽ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് വരിക. അതിനേക്കാളും ചെറിയ ആംഗിളാണ്. അപ്പോൾ ഇതിലേതാണ് ഏറ്റവും ചെറുത്? ആംഗിൾ ബി ആണ് അല്ലേ? ഇനി സി നോക്കുകയാണെങ്കിലോ, സി റൈറ്റ് ആംഗിളിനേക്കാളും വലിയ ആംഗിളാണ്. അതായിരിക്കും ഏറ്റവും ഗ്രേറ്റർ ആയിട്ട് വരിക. അപ്പോൾ ഇവിടെ സ്മോളസ്റ്റ് ലാർജസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ബി വരും, ആംഗിൾ ബി വരും. ആംഗിൾ ബി അല്ല, ഫിഗർ ബി വരും. പിന്നെ ഫിഗർ എ, കാരണം അതാണ് 90 ഡിഗ്രി വരുന്നത്. പിന്നെ ഫിഗർ സി വരും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? സോ അതായത് ഫസ്റ്റ് ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇതിൽ 3 ചോദ്യം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ചോദ്യം ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മൾ ഫിഗർ എയിൽ ടൈം 9 o'clock ആണ് അല്ലേ? 9 o'clock ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 9 o'clock ഉള്ള ഈ ഒരു ക്ലോക്ക് 9:15 ആകുമ്പോൾ 9:15 ആകുമ്പോൾ നമ്മളെ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി സഞ്ചരിച്ചിട്ടുണ്ടാവും? അതായിരുന്നു ചോദ്യം. എത്രയാണ്? നമുക്ക് 9:15 ആകുമ്പോൾ ഈ മിനിറ്റ് ഹാൻഡ് എവിടെ എത്തും? 12ൽ നിന്ന് 3ലെത്തും അല്ലേ? അപ്പോൾ ഇത്രയും ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 90 ഡിഗ്രിയാണ്. എൽ ഷേപ്പ്, കറക്റ്റ് എൽ ഷേപ്പ് ആയിരിക്കും വരിക. ഈ 12ൽ നിന്ന് 3ലോട്ട് എത്തുമ്പോൾ കറക്റ്റ് എൽ ഷേപ്പാണ് ഉണ്ടാവുക. 90 ഡിഗ്രി ആയിരിക്കും. സോ അതായിരുന്നു അടുത്ത ചോദ്യം ഉണ്ടായിരുന്നു. ആൻഡ് മൂന്നാമത്തെ ചോദ്യം കൺസ്ട്രക്ഷൻ ആയിരുന്നു. സോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളോട് പറയും ഒരു 4 o'clock ഒരു ഫിഗർ വരയ്ക്കാൻ. 5 o'clock 6 o'clock ഏതായാലും നമുക്ക് ക്ലോക്കൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ? നമ്മളെന്താ ചെയ്യേണ്ടത്? ചിലപ്പോൾ അവർ പറയും നമ്മൾ ക്ലോക്കിൻ്റെ സർക്കിൾ വരയ്ക്കുമ്പോൾ ഇത്ര റേഡിയസിൽ വരയ്ക്കണം എന്ന് പറയും. ഇപ്പോൾ 3 centimeter റേഡിയസിൽ വരയ്ക്കണം എന്ന് പറയും. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആദ്യം ഒരു കോമ്പസ് എടുക്കുക. ആൻഡ് ഇവിടെ കോമ്പസ് എടുക്കട്ടെ. ഒരു സ്കെയിൽ എടുക്കുക അല്ലേ? സ്കെയിൽ എടുത്തിട്ട് 3 centimeter ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു കറക്റ്റ് 0ൻ്റെ അവിടെ, ആ ഒരു നീഡിൽ 0ൻ്റെ അവിടെ വെക്കുക. ഇത് കറക്റ്റ് 3ൽ, യെസ്, ഇതിപ്പോൾ തന്നെ 3ലാണുള്ളത്. അപ്പോൾ നമ്മൾ നീക്കേണ്ട ആവശ്യമില്ല. 3ൽ കറക്റ്റ് വെക്കുക. ആ ഒരു മെഷർമെൻറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഒരു സർക്കിൾ ഇങ്ങനെ ഡ്രോ ചെയ്യുക അല്ലേ? സർക്കിൾ അങ്ങനെ ഡ്രോ ചെയ്യാൻ പറ്റും. 3 centimeter റേഡിയസ് ആണ്. അത് 3 or 4 ചിലപ്പോൾ പറയുകയാണെങ്കിൽ അത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സർക്കിൾ വരയ്ക്കാൻ പറ്റും. സോ നമ്മൾ ആദ്യം സർക്കിൾ വരയ്ക്കും. ഓക്കെ, ഞാനിവിടെ സർക്കിൾ വരയ്ക്കാം. യെസ്, സർക്കിൾ വരയ്ക്കും. ആൻഡ് ഇതിൽ നമ്മൾ മാർക്ക് ചെയ്യാം അല്ലേ?
മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് 12 ഇവിടെ വരും, 3 ഇവിടെ വരും, 4 5 6 7 8 9 10 11 12 ഇവിടെ 1 2 3 അല്ലേ? 4 o'clock ആണ് ചെയ്യാൻ പറഞ്ഞു. 4 o'clock ആണെങ്കിൽ എന്ത് ചെയ്യുക? 4 o'clock കറക്റ്റ്. അവർ ഹാൻഡും 4ൻ്റെ കറക്റ്റ് ഇവിടെ. മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്യുക? 12ൻ്റെ കറക്റ്റും. 4 o'clock ആയി. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? യെസ്, ഇത് 2018 ചോദിച്ച ചോദ്യമായിരുന്നു. ആൻഡ് ഇനി നമ്മൾ അടുത്ത ചോദ്യം വരുന്നത് ഓക്കെ 2023 ലാസ്റ്റ് ഇയർ ചോദിച്ച ചോദ്യമാണ്. കൺസ്ട്രക്ട് ദ പിക്ചർ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ഓക്കെ, ഈ തന്ന മെഷേഴ്സിൽ ഈ ഒരു ഫിഗർ കൺസ്ട്രക്ട് ചെയ്യാൻ ചെയ്തൂടെ? ഈസിയായിട്ട് ചെയ്തൂടെ? എന്താണ് ഇവിടെ നമുക്ക് തന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഒരു ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ ആണെന്ന്. ഇവിടെ 4 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇവിടെ 60 ഡിഗ്രി, രണ്ട് ഭാഗത്തും 60 ഡിഗ്രി, ഇവിടെ രണ്ടും 30 ഡിഗ്രി. എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുക? നമുക്കൊന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. സോ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു സ്കെയിൽ എടുക്കണം, എന്നിട്ട് ഒരു ലൈൻ വരക്കണം അല്ലേ? ലൈനിൻ്റെ ലെങ്ത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ തന്നുള്ളത്. സോ 6 സെൻറ്റിമീറ്റർ ഒരു ലൈൻ വരക്കാം. ഓക്കെ, 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി സ്കെയിൽ ഒഴിവാക്കാം. നമുക്ക് പ്രൊട്രാക്ടർ ആണ് ഇനി വേണ്ടത്, കാരണം ആംഗിൾ ആയിരുന്നു. ആംഗിൾ ഇവിടെ തന്നിരുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ 60 ഡിഗ്രിയാണ് ഉണ്ടായിരുന്നത്. സോ 60 ഡിഗ്രി ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, 60 ഡിഗ്രി മാർക്ക് ചെയ്യണം. യെസ്, 60 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക? സ്കെയിൽ എടുക്കുക, ഈ രണ്ട് പോയിന്റ്സും തമ്മിൽ ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ വരക്കുക 60 ഡിഗ്രി. അതിങ്ങനെ നീട്ടി വരക്കുക. ഇനി മറ്റേ സൈഡിൽ എത്രയായിരുന്നു? 30 ഡിഗ്രിയാണ് ഉണ്ടായിരുന്നത്. സോ ഞാൻ 30 ഡിഗ്രി എടുക്കും, 30 ഡിഗ്രി മാർക്ക് ചെയ്യും, കറക്റ്റ് പോയിന്റ് ഇടുക. യെസ്, പോയിന്റ് ഇട്ടു. സ്കെയിൽ എടുക്കുക, ഈ രണ്ട് പോയിന്റ് ടച്ച് ചെയ്തിട്ട് ഒരു ലൈൻ എടുക്കുക. ഇവിടെ ട്രയാങ്കിൾ ആയി അല്ലേ? ഇനി അതുപോലെ നേരെ താഴെയും നമുക്ക് ആ ഒരു സെയിം ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ്. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം പ്രൊട്രാക്ടർ ഇങ്ങനെ തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചിട്ട് ഇവിടെ വെക്കുക. നമ്മൾ കറക്റ്റ് പ്രൊട്രാക്ടർ കറക്റ്റ് വെക്കുക. 60 ഡിഗ്രി ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. 60 ഡിഗ്രി, യെസ്, ഡിഗ്രി ഇവിടെയാണ് വരിക. 60 ഡിഗ്രി മാർക്ക് ചെയ്തു. സ്കെയിൽ എടുക്കുക, രണ്ട് പോയിന്റ് തമ്മിൽ ടച്ച് ചെയ്ത് ഒരു ലൈൻ വരക്കുക. ഇനി അടുത്തത് ഇവിടെ എടുത്തിട്ട് 30 ഡിഗ്രി എടുക്കുക. 30 ഡിഗ്രി മാർക്ക് ചെയ്യുക, ലൈൻ എടുക്കുക, വരക്കുക അല്ലേ? സ്കെയിൽ എടുത്തിട്ട് കറക്റ്റ് ലൈൻ വരക്കുക. അപ്പോൾ ഫിഗറായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ആ രണ്ട് എക്സസ് ആയിട്ട് വന്ന ലൈൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എറേസ് ചെയ്ത് കറക്റ്റ് നല്ല ഉഷാറാക്കി വരക്കുക. ഇങ്ങനെ വരച്ചാലും പ്രശ്നമൊന്നുമില്ല. ഇനി ചെയ്യേണ്ട എന്താണ്? ഇവിടെ നമ്മൾ എടുത്ത മെഷർമെൻറ്റ്സ് കറക്റ്റാക്കി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. അതായത് ഇവിടെ 6 സെൻറ്റിമീറ്റർ ആയിരുന്നു, ഇവിടെ 60 ഡിഗ്രിയാണ്, ഇവിടെയും 60 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ്, ആൻഡ് ഇവിടെയും 30 ഡിഗ്രിയാണ്. ഈ രൂപത്തിൽ മാർക്ക് ചെയ്ത് വെക്കുക. ക്ലിയർ അല്ലേ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? യെസ്, നമ്മൾ മെഷർമെൻറ്റ് ആ രൂപത്തിലാണ് ചെയ്യേണ്ടത്. സോ 2023 ചോദിച്ച ചോദ്യമായിരുന്നു. ഒറ്റൊരു ആക്ടിവിറ്റി, ഈ ഒരു മെഷർമെൻറ്റ്, ഈ ഒരു ഫിഗർ വരയ്ക്കാനായിരുന്നു. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആൻഡ് ഇനി അടുത്തത് 2015 ചോദിച്ച ചോദ്യമാണ്. സോ ഈ ചോദ്യത്തിൽ ഇവിടെ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ആംഗിൾസ് ഇൻ ദ ഗിവൻ ഫിഗർ. ഓക്കെ, ഈ തന്ന ഈ ഒരു ഫിഗറിലെ ആംഗിൾസിൻ്റെ നെയിം എഴുതാനാണ്. നെയിമിങ് എല്ലാവർക്കും ഈസി ആയിട്ട് അറിയില്ലേ? നമുക്ക് ഓരോന്നും ചെയ്യാം. ഈ ഒരു ആംഗിളിൻ്റെ നെയിം എന്താ വരിക? ആംഗിൾ BAD എന്ന് പറയാം, അല്ലെങ്കിൽ DAB അല്ലേ? ഈ ഒരു ആംഗിൾ വരിക. ഞാൻ എഴുതുന്നില്ല, നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോകാം അല്ലേ? സോ ഈ ഒരു ആംഗിൾ അതാണ് വരിക. ആംഗിൾ എന്തെങ്കിലും എഴുതാം. ആംഗിൾസ് എഴുതുമ്പോൾ ഫസ്റ്റത്തെ ആംഗിൾ DAB. ഇനി അടുത്ത ആംഗിൾ, ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ ADC അല്ലെങ്കിൽ CDA. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഞാൻ ആംഗിൾ ADC എന്ന് എഴുതും. ഓക്കെ, ഇനി അടുത്ത അതുപോലെ ആംഗിൾ DCBയും പിന്നെ ആംഗിൾ ABC, ആംഗിൾ ABC അല്ലേ? 4 ആംഗിൾസ് ഉള്ളത്. ആ 4 ആംഗിൾസിൻ്റെയും പേര് എഴുതും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി, ഈസി ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ മെഷർമെന്റ് ഓഫ് ദ അതർ ആംഗിൾസ്. ഓക്കെ, അടുത്ത അതർ ആംഗിൾസിൻ്റെ മെഷർമെന്റ്. നിങ്ങളടുത്ത് പ്രൊട്രാക്ടർ ഉണ്ട്, പ്രൊട്രാക്ടർ എടുത്ത് നിങ്ങൾ മെഷർ ചെയ്ത് നോക്കാം. ആൻഡ് ഈ ഒരു പാരലോഗ്രാം ആണെങ്കിൽ ആയിട്ട് ആംഗിൾസ് ശരിക്കും ഇവിടെ മെഷർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? സെയിം ലെങ്ത് ആണ്, ഇവിടെയും സെയിം ലെങ്ത് ആണ് അല്ലേ? അങ്ങനെയുള്ള ടൈമിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഇവിടെയും 50 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഈ ഒരു ആംഗിൾ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇത് 180 ഡിഗ്രി ആയിരിക്കും. ഈ രൂപത്തിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾ പ്രൊട്രാക്ടർ എടുക്കുക, പ്രൊട്രാക്ടർ എടുത്ത് മെഷർ ചെയ്ത് നോക്കിയാലും മതി. ക്ലിയർ അല്ലേ? ആൻഡ് അടുത്തത് ഉണ്ടായിരുന്നത് ഡ്രോ ദ ഫിഗർ വിത്ത് ദ ഗിവൺ. ഓക്കെ, ഈ ഒരു മെഷർമെൻറ്റ്സ് വെച്ചിട്ട് നമുക്കൊരു ഫിഗർ വരയ്ക്കാനാണ്. ഇത് ഈസി ആയിട്ട് ചെയ്തൂടെ? ഇത് ഈസി ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ആദ്യം, ഞാൻ ഇവിടെയാണ് വരയ്ക്കുന്നത്, ഞാൻ ഇനി പെണ്ണ് പെൻസിലൊന്നും എടുക്കുന്നില്ല. നമുക്ക് നിങ്ങളെല്ലാവരും പഠിച്ചതാണ്. ആദ്യം എന്ത് ചെയ്യുക?
ഇവിടെ തന്നുള്ളത് ഇത് 8 സെൻറ്റിമീറ്റർ ആണ്. ലൈൻ സെഗ്മെന്റ് AB 8 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, ബേസിലുള്ളത് താഴെയുള്ളത്. അതുപോലെ ഞാനൊരു 8 സെൻറ്റിമീറ്റർ ലൈൻ വരക്കുക. ഇത് 8 സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ കറക്റ്റ് മെഷർമെന്റ് എടുക്കില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ചെയ്യാണ്. ഓക്കെ, 8 സെൻറ്റിമീറ്റർ എന്ന് എടുക്കുക. 8 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ ഏതെങ്കിലും ഒരു സൈഡിൽ വരക്കുക. ഓക്കെ, ഈ ഒരു സൈഡിൽ വെച്ചു. ഈ ഒരു സൈഡിൽ 50 ഡിഗ്രി ഉണ്ടായിരുന്നു. 50 ഡിഗ്രി മാർക്ക് ചെയ്യുക. ആ ഒരു ആംഗിൾ വരക്കുക. 50 ഡിഗ്രി ആണെന്നുള്ളത്. ഓക്കെ, 50 ഡിഗ്രി ഞാനിവിടെ ഇങ്ങനെ ലൈൻ വരച്ചു. ഓക്കെ, ലൈൻ വരച്ചു, 50 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഇത് 5 സെൻറ്റിമീറ്റർ ആണ് അല്ലേ, AD 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്റർ നമ്മൾ കറക്റ്റ് സ്കെയിൽ കൊണ്ട് നിങ്ങൾക്ക് നോക്കാം. 5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് അവിടെ ഒരു പോയിന്റ് ഇടുക. ഓക്കെ, ഞാനിവിടെയാണ് 5 സെൻറ്റിമീറ്റർ എന്ന് വിചാരിച്ച് ഇവിടെ ഒരു പോയിന്റ് ഇട്ടു. ഓക്കെ, 5 സെൻറ്റിമീറ്റർ, ഇവിടെ 5 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. നിങ്ങൾക്ക് എഴുത്തുവാണെങ്കിൽ അവസാനം എഴുതിയാൽ മതി. ഫിഗർ മൊത്തം വരച്ചതിന് ശേഷം മതി ഈ ഒരു എഴുത്ത്. എന്നിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് അടുത്തത് നമുക്ക് ഇവിടെ പ്രൊട്രാക്ടർ വെക്കാം. ഈ ഒരു ഭാഗത്തും പ്രൊട്രാക്ടർ വെക്കാം. പ്രൊട്രാക്ടറിൽ എത്ര ആംഗിളാണ്, 130 ഡിഗ്രി അല്ലേ, നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടിട്ടുണ്ട്. 130 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, 130 ഡിഗ്രി എടുക്കുക. 130 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യുക, അവിടെ ഒരു ലൈൻ വരക്കുക. അപ്പോൾ ഞാനിവിടെ ലൈൻ വരക്കാൻ പോവാണ് 130 ഡിഗ്രി. ഓക്കെ, 130 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു. അതിലും എന്ത് ചെയ്യുക, നമുക്ക് 5 സെൻറ്റിമീറ്റർ, ഇവിടെയും 5 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്യുക. എവിടെ മാർക്ക് ചെയ്യുക, ഇതിലൊരു പോയിന്റ് ഇട്ടിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ ഏകദേശം ഇവിടെ 5 സെൻറ്റിമീറ്റർ ഉള്ള രീതിയിൽ ഇതൊരു ഏകദേശമാണ്, ഇത് കറക്റ്റ് അല്ല. അവിടെ മാർക്ക് ചെയ്തു. ഇനി എന്ത് ചെയ്യുക, ഇനി നേരെ സ്കെയിൽ എടുക്കുക. ഈ 2 പോയിന്റ്സും തമ്മിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ കണക്ട് ചെയ്യും. ഓക്കെ, ഇത് കറക്റ്റ് പാരലോഗ്രാം വന്നിട്ടില്ല. കാരണം എന്താ, കറക്റ്റ് മെഷർമെന്റ് എടുക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളും മെഷർമെന്റ് എടുത്തിട്ടില്ലെങ്കിൽ ഈ രൂപത്തിലായിരിക്കും വരിക. നിങ്ങൾ കറക്റ്റ് മെഷർമെന്റ് എടുത്തുള്ള രൂപത്തിൽ ഇത് വരച്ചു വെക്കാം. ഈസി അല്ലേ? സോ 2015 ചോദിച്ച ചോദ്യമായിരുന്നു ഈ 3 ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ 2022 ചോദിച്ച ചോദ്യമാണ്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇവിടെ റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ആംഗിൾ ഇൻ ദ ഗിവൻ ഫിഗർ. നെയിമിംഗ് നമുക്കിപ്പോൾ നെയിമിംഗ് തന്നെ പല പ്രാവശ്യം ചോദിച്ചതായിട്ട് വന്നില്ലേ. സോ നെയിമിംഗ് നിങ്ങൾ എന്തായാലും അറിയണം. ഇവിടെ നെയിമിംഗ് ആണ് ഈ തന്ന ആംഗിൾസിൻ്റെ ഫസ്റ്റത്തെ ആംഗിൾ. ഞാൻ ഈ ഒരു ആംഗിൾ എടുക്കാമെന്ന് വിചാരിക്കാം. ആംഗിൾ പേര് എന്തായിരിക്കും വരിക, CAB. അടുത്ത ആംഗിൾ ഇവിടെ ഈ ഒരു ആംഗിൾ എന്തായിരിക്കും നെയിമിംഗ് വരിക, ABC. ആൻഡ് നെക്സ്റ്റ് ആംഗിൾ ഇവിടെ ACB. ഓക്കെ, ആ രൂപത്തിൽ നിങ്ങൾ ആംഗിൾ ആ രൂപത്തിൽ എഴുതി വെക്കുക. ഇനി അടുത്തത് ഡ്രോ ദ ട്രയാംഗിൾ വിത്ത് ദ ഗിവൺ മെഷേഴ്സ്. ഈ ഒരു മെഷേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ട്രയാംഗിൾ ഡ്രോ ചെയ്യാം. ഇവിടെയും ഡ്രോ ചെയ്യാൻ നമ്മൾ ഓൾറെഡി ഒരു ട്രയാംഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു, ഇവിടെ 6 സെൻറ്റിമീറ്റർ വന്നിട്ടുണ്ട്. സോ ആ 6 സെൻറ്റിമീറ്റർ ആദ്യം ലൈൻ വരക്കുക. ഇവിടെ 30, ഇവിടെ 100 ആണ്. നമ്മൾ ഒന്ന് വേണമെങ്കിൽ വരച്ച് നോക്കാം. സോ വരക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം 6 സെൻറ്റിമീറ്റർ വരയ്ക്കുക അല്ലേ. ഒരു സ്കെയിൽ എടുക്കുക, ഒരു 6 സെൻറ്റിമീറ്റർ ലെങ്ത്ത് വരക്കുക. 6 സെൻറ്റിമീറ്റർ വരച്ചു. ഇനി നമുക്ക് 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. 2 ആംഗിൾസ് എന്തൊക്കെയാണ്, 30യും 100ഉം. സോ 30യും 100ഉം അതുപോലെ നമ്മൾ എഴുതാം, 30, 100. ഇവിടെ ഇതെടുക്കുക, ഈ ഭാഗത്ത് 30 ആണ് ഉണ്ടായിരുന്നത്. സോ 30 എടുത്തിട്ട് 30 ഡിഗ്രി പ്രൊട്രാക്ടറിൽ നോക്കുക, 30 ഡിഗ്രി കറക്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക, ഒരു ലൈൻ വരക്കുക. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ എത്രയായിരുന്നു, 100. യെസ്, 100 ആണ്. 100 എടുക്കുക, 100 കറക്റ്റ് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ഒരു ലൈൻ വരക്കുക. നമ്മളിങ്ങനെ വരച്ചു. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് വരച്ച ലൈന് ലെങ്ത്ത് കുറവായിരുന്നു. എന്ത് ചെയ്താൽ മതി, അതൊന്നുകൂടി ലെങ്ത്ത് ഇവിടെ കൂട്ടിയാൽ മതി അല്ലേ. ഇവിടെ നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടിയാലും മതി. അപ്പോൾ ലെങ്ത്ത് കൂട്ടുമ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ലെങ്ത്ത് കൂട്ടുക. അപ്പോൾ രണ്ടും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യും. എന്നിട്ട് ആ പോയിന്റ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇതിലുള്ള തന്ന എന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ എഴുതണം. അതായത് ഇവിടെ നമുക്ക് ABC ആണ് ഈ ട്രയാങ്കിളിൻ്റെ നെയിം തന്നിട്ടുണ്ട്. 100 ഡിഗ്രിയാണ്, ഇവിടെ 30 ഡിഗ്രിയാണ്, 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതൊക്കെ ഇവിടെ എഴുതണം. അതായത് ഇത് ABC ആണ്, ഇവിടെ 30 ഡിഗ്രിയാണ്, ഇവിടെ 100 ഡിഗ്രിയാണ്, ആൻഡ് ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ആ കാര്യങ്ങൾ അതുപോലെ മാർക്ക് ചെയ്ത് വെക്കണം. സോ അത്രയാണ് നമ്മൾ ഈ ഫിഗറിൽ ഉണ്ടായിരുന്നത്. ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ, ഒരു ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് ക്ലോക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ ചോദിച്ചിട്ടുള്ളത്, 2023 ചോദിച്ച ചോദ്യമാണ്. ഹൗ മച്ച് ഡിഗ്രി ഡു ദ മിനിറ്റ് ഹാൻഡ് റൊട്ടേറ്റ് ഇൻ 1 hour? ഒരു മണിക്കൂറിൽ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രിയാണ് ഇവിടെ റൊട്ടേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഈ ഇപ്പോൾ 2 o'clock ആണുള്ളത് അല്ലേ.
അതായത് 3 o'clock ആകുമ്പോൾ 3 മണി ആകുമ്പോൾ മിനിറ്റ് ഹാൻഡ് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും? അപ്പോൾ ഇവിടെ 2 o'clock ആകുമ്പോൾ ഇവിടെ ഇരിക്കും. ഇനി 2:15, 2:30, 2:45, 3 മണിയാകുമ്പോൾ വീണ്ടും 12 o'clock എത്തും അല്ലേ? സോ എത്രയായി? 30 ഡിഗ്രി. സോ ആൻസർ എത്ര വരിക? 30 ഡിഗ്രിയാണ്. സോറി 360 ഡിഗ്രി. 30 ഡിഗ്രി അല്ല 360 ഡിഗ്രിയാണ് ആൻസർ വരിക അല്ലേ? ഒരു ഫുൾ റൊട്ടേഷനിൽ 360 ഡിഗ്രിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് ഇൻ ദ പിക്ചർ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ഈ രണ്ട് ഹാൻഡ്സിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? നിങ്ങൾ പല ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഒരു സർക്കിളിനെ ശരിക്കും ഇവിടെ എത്ര പാർട്ടാക്കിയിട്ടുണ്ട്? ഈ ഒരു രൂപത്തിൽ ടോട്ടൽ 12 പാർട്സ് ആക്കിയിട്ടുണ്ട് അല്ലേ? ടോട്ടൽ ഇങ്ങനെ 12 പാർട്സ് ആക്കിയിട്ടുണ്ട്. അതായത് 360 ഡിഗ്രിയെ 12 പാർട്സ് ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഇപ്പോൾ ഇവിടെ 12ഉം 1ൻ്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര ആയിരിക്കും കാണണമെങ്കിൽ എന്ത് ചെയ്യുക? 360/12 ചെയ്താൽ മതി. 360/, നിങ്ങൾ ഇതും 30 ഡിഗ്രി ആയിരിക്കും വരിക. അത് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് എന്ത് ചെയ്ത് നോക്കിയാൽ മതി? 360/12 ചെയ്ത് നോക്കുക. ഇവിടുന്ന് ആൻസർ എത്രയായിരിക്കും? 30 ഡിഗ്രി വരും. അതായത് ആ 1ൻ്റെയും 12ൻ്റെയും ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രിയാണ്. സോ 2 o'clock ആകുമ്പോൾ ആംഗിൾ എത്രയായിരിക്കും വരിക? ഇപ്പോൾ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഇവിടെ വരെ 30 ഡിഗ്രി, ഇവിടെയും 30 ഡിഗ്രി. സോ ടോട്ടൽ എത്രയായിരിക്കും? 60 ഡിഗ്രി. സോ ആൻസർ എന്താ വരിക? ഇവിടെ 60 ഡിഗ്രിയാണ് ആൻസർ വരിക അല്ലേ? സോ ഓപ്ഷൻ ബീൻ്റെ ആൻസർ 60 ഡിഗ്രി. 60 ഡിഗ്രി. ഇനി ഓപ്ഷൻ സി, ഇവിടെ ക്വസ്റ്റ്യൻ സി, ക്വസ്റ്റ്യൻ നമ്പർ സി. വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് 4 o'clock? ഹാൻഡ്സ് അറ്റ് 4 o'clock. ഓക്കെ, 4 മണി ആകുമ്പോൾ എത്ര ആയിരിക്കും നമ്മളെ 2 മിനിറ്റ് ഹാൻഡും ഹവർ ഹാൻഡും ഇടയിലുള്ള ആംഗിൾ? ഇതുപോലെ ചെയ്താൽ മതി അല്ലേ? സോ നമുക്ക് ഇവിടെ തന്നെ ഒരു 4 o'clock ആകുമ്പോഴൊന്ന് വരച്ച് നോക്കാം. 4 o'clock ആകുമ്പോൾ ഹവർ ഹാൻഡ് ഇവിടെ അല്ല ഉണ്ടാവുക, അതിന് പകരം 4ൻ്റെ കറക്റ്റ് ഭാഗത്തായിട്ട് അല്ലേ? 4ൻ്റെ ഇവിടെ ആയിട്ട് ഉണ്ടാവുക. സോ ഇവിടെ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടെ 1 2 3 4 ഇവിടെ 4 പാർട്ട് വരുന്നുണ്ട്. ഓരോന്നും 30 ആണ്. അപ്പോൾ 30 + 30 60, 60 + 30 90, 90 + 30 120. ടോട്ടൽ എത്ര വരിക? 120 ഡിഗ്രിയാണ്. സോ ആൻസറായി ഇവിടെ 120 ഡിഗ്രി. ഇനി ഡി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ദ ടൈം വെൻ ദ മെഷർ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഈസ് 90 ഡിഗ്രി. ഓക്കെ, രണ്ട് ആംഗിൾ ഇത് ഹാൻഡ്സ് തമ്മിൽ, ഹവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആകുന്ന ഏതെങ്കിലും ഒരു ടൈം നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞത്, ഡ്രോ ചെയ്യാനും പറഞ്ഞിട്ടില്ല, എഴുതാനാണ് പറഞ്ഞത്. ഏതൊക്കെ ആയിരിക്കും വരിക? രണ്ട് ആംഗിൾസ് തമ്മിൽ പിന്നെ 3 o'clock വരാം, 3 o'clock വരാം, അതുപോലെ 9 o'clock വരാം അല്ലേ? 9 o'clock വരാം. 3 o'clock 9 o'clock ആണ് നമ്മൾ ആൻസർ ആയിട്ട് നിങ്ങൾ ഏത് എഴുതിയാലും പ്രശ്നമില്ല. ഓക്കെ, സോ അതാ ഒരു കാര്യമായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു 2022 ചോദിച്ചത്, വീണ്ടും ക്ലോക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക്. ഈ രണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ്? 30 + 30 അല്ലേ? 60 ഡിഗ്രി. സോ ഫസ്റ്റിൻ്റെ ആൻസർ 60 ഡിഗ്രിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് വെൻ ദ ടൈം ഈസ് 4 o'clock. 4 o'clock ആകുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള നമ്മൾ സെയിം ക്വസ്റ്റ്യൻ മുമ്പത്തെ ക്വസ്റ്റ്യനും ചോദിച്ചായിരുന്നു. 4 o'clock ആകുമ്പോൾ എത്രയായിരുന്നു? ഇവിടെ 4 o'clock ആകുമ്പോൾ ഇവിടെ 4 പാർട്ട് വരുന്നുണ്ടല്ലേ? സോ 120 ഡിഗ്രി ആയിരിക്കും വരിക. 30 × 4 120 ഡിഗ്രി ആയിരിക്കും വരിക. സോ ഇവിടെ 120 ഡിഗ്രി. ഇനി അടുത്തത് ഡ്രോ ദ ക്ലോക്ക് വിത്ത് ദ ഹാൻഡ്സ് ഷോയിങ് 3 o'clock ആൻഡ് ദ റൈറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ്. 3 o'clockൻ്റെ ഒരു ഡ്രോ ചെയ്യുക. നിങ്ങൾ 3 o'clock ഡ്രോ ചെയ്യുക. ആൻഡ് 3 o'clock ഡ്രോ ചെയ്യുമ്പോൾ അതിൻ്റെ ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഈസി ക്വസ്റ്റ്യൻസ് ആണല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ പെട്ടെന്ന് നമ്മൾ അറിയുന്നുള്ള രീതിയിൽ പെട്ടെന്ന് ചെയ്യും. ബട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഒരിക്കലും വരാൻ പാടില്ല. ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടി റീചെക്ക് ചെയ്യണം. ഓക്കെ, ഈ ഓപ്ഷൻ ഡി, ക്വസ്റ്റ്യൻ ഡി, റൈറ്റ് ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് എന്ന ടൈം 60. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ 60 ആണ്. 60 ഹവർ ഹാൻഡും 6ൻ്റെ അവിടെ ആയിരിക്കും, മിനിറ്റ് ഹാൻഡും 6ൻ്റെ അവിടെ ആയിരിക്കും. അപ്പോൾ രണ്ടും ഒരു സ്ഥലത്ത്. അപ്പോൾ 0 ഡിഗ്രി, ചിലപ്പോൾ 0 ഡിഗ്രി അല്ലെങ്കിൽ എന്താ ആൻസർ വരിക? ഈ രൂപത്തിലൊക്കെ നമ്മൾ ആലോചിക്കും. 60 ആകുമ്പോൾ ശരിക്കുമുള്ള ഫിഗർ എങ്ങനെ വരിക എന്ന് വെച്ചാൽ ഈ രൂപത്തിലായിരിക്കും. അതായത് ഹവർ ഹാൻഡ് കറക്റ്റ് 6ൻ്റെ അവിടെ അല്ല വരിക. കാരണം എന്താ? നമുക്കറിയാം 6 o'clock ആകുമ്പോൾ കറക്റ്റ് ഈ രൂപത്തിലായിരിക്കും വരിക അല്ലേ? എന്നിട്ട് ഈ ഒരു മിനിറ്റ് ഹാൻഡ് ഇങ്ങനെ 6, 6, 6:15, 6:30, 6:45 ആയി 7 മണി ആകുമ്പോൾ ഈ ഹവർ ഹാൻഡ് എന്താവണം? ഇവിടെ 7ൻ്റെ അവിടെ എത്തണം അല്ലേ? കറക്റ്റ് 7ൻ്റെ അവിടെ ഇങ്ങോട്ട് എത്തണം. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഇതിന് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ 6 o'clock ആകുമ്പോൾ ഇവിടെ ആയിരിക്കും. 30 ആകുമ്പോൾ ഈ 7ൻ്റെയും 6ൻ്റെയും കറക്റ്റ് സെൻറ്ററിലായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? അതായത് 60 ആകുമ്പോൾ മിനിറ്റ് ഹാൻഡ് ഇവിടെ, ഹവർ ഹാൻഡ് ഇവിടെ, ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ടോട്ടൽ 6ൻ്റെയും 7ൻ്റെയും ഇടയിലുള്ള ആംഗിൾ 30 ഡിഗ്രിയാണ് അല്ലേ? 30 ഡിഗ്രിയാണ്.
അപ്പോൾ അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇവിടെ കറക്റ്റ് സെൻറ്ററിൽ വരുന്നത്, അതായത് ഈ 30 ഡിഗ്രീൻ്റെ ഹാഫ് എന്തായിരിക്കും വരിക, 15 ഡിഗ്രി ആയിരിക്കും വരിക അല്ലേ. അപ്പോൾ ഇവിടെ 60 ആകുമ്പോൾ തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 15 ഡിഗ്രി, 15 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ വരിക. കാരണം 30 ഡിഗ്രീൻ്റെ ഹാഫ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാൽ നമ്മൾ 430, 530 ഇങ്ങനെയുള്ള സമയങ്ങൾ വരുമ്പോൾ ആംഗിൾ നോക്കുമ്പോൾ ശ്രദ്ധിച്ച് വെക്കണം. ഇപ്പോൾ ഞാൻ വേറെ ചോദ്യം ചോദിക്കണം, 430 ആകുമ്പോൾ ആംഗിൾ എത്രയായിരിക്കും, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 430 ആകുമ്പോൾ ആംഗിൾ എത്രയായിരിക്കും. ഇവിടെ ശരിക്കും ഹവർ ആൻഡ് എവിടെയാണ് നമ്മൾ ചിന്തിക്കൽ എവിടെയായിരിക്കും, 430 ആകുമ്പോൾ 4 o'clock എവിടെ എന്നുള്ളത്. 4 o'clock അവിടെയാണ് വരിക, അല്ല 4ൻ്റെയും 5ൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് തന്നെ വരിക. അപ്പോൾ ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും, 6 മുതൽ 5 വരെ 30 ഡിഗ്രി, പിന്നെ 4ൻ്റെയും 5ൻ്റെയും കറക്റ്റ് സെൻറ്ററിലായിരിക്കും ഹവർ ആൻഡ് ഉണ്ടാവുക. സോ ഇവിടെ 15 ഡിഗ്രിയും. അപ്പോൾ 30 + 15 = 45 ഡിഗ്രിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ഏത് 430 ആകുമ്പോൾ ആംഗിൾ. ക്ലിയർ ആയില്ലേ, നോട്ട് ചെയ്തില്ല ആ കാര്യം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ ആ രൂപത്തിൽ ചെയ്യണം. സോ ഇവിടെ ആൻസർ എത്ര വരിക, 15 ഡിഗ്രിയാണ് കറക്റ്റ് ആൻസർ വരിക. ഓക്കെ അല്ലേ, യെസ്. ഇനി അടുത്ത 2019 ചോദിച്ച ചോദ്യമാണ്, നമ്മൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ്. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, പല ടൈപ്പ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. നമ്മൾ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവിടെ ഉള്ളത് എക്സാമിൻ ദ ഫിഗർ ബി ക്യൂ വൈ ആർ ദ സെൻറ്റേഴ്സ് ഓഫ് ദ സർക്കിൾസ്. ഓക്കെ, ബിയും ക്യൂവും വൈയും എന്താണ്, ഈ സർക്കിൾസിൻ്റെ സെൻറ്റേഴ്സ് ആണ്. ആൻഡ് ദ സ്ക്വയർ ആൻഡ് ദ പെൻഡഗൺ, ഓക്കെ, ട്രയാങ്കിൾ, സ്ക്വയർ, പെൻഡഗൺ ഇൻസൈഡ് ദ സർക്കിൾ ആർ ഫോംഡ് ബൈ ഡിവൈഡിങ് ദ സർക്കിൾ ഇൻറ്റു ഈക്വൽ പാർട്സ്. ഓക്കെ, ഇതിൽ തന്ന ഈ ഒരു ട്രയാങ്കിൾ ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും പെൻഡഗൺ ആണെങ്കിലും, അതായത് 5 സൈഡിലുള്ള ഇതിന് വാല്യൂ പെൻഡഗൺ എന്ന് പറയും അല്ലേ, ഇതൊക്കെ എന്താണ്, ഈ ഒരു സർക്കിളിനെ കറക്റ്റ് ഈക്വൽ പാർട്ടാക്കിയിട്ടാണ് ഈ ഫിഗേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഇവിടെ ഞാൻ ഈ ഫിഗർ ഒന്ന് വലുതാക്കുകയാണ്. എസ്, കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, എസ് കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സർക്കിളിനെ നമ്മളിങ്ങനെ 3 പാർട്ടാക്കി, എന്നിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് എന്തായിരിക്കും, എല്ലാതും ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ ഇങ്ങനെ 4 പാർട്ടാക്കിയിട്ട് ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെയോ, ഇവിടെ 5 പാർട്ടാക്കി അല്ലേ, 5 പാർട്ടാക്കി, ഇങ്ങനെ 5 ഈക്വൽ പാർട്സ് ആക്കിയിട്ടാണ് ഈ ഒരു ഫിഗർ വരച്ചിട്ടുള്ളത്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഈ ഒരു കാര്യം എന്തിനാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞതെന്നുള്ളത്. ഡിവൈഡ് ഈക്വൽ പാർട്ട് ജോയിൻ ദ ബേസ് ബേസ്ഡ് ഓൺ ദ എബോവ് പിക്ചർ ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഈ പിക്ചേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഫൈൻഡ് ദ മെഷർ ഓഫ് ആംഗിൾ XYZ. XYZൻ്റെ ആംഗിൾ എത്രയായിരിക്കും. നമുക്കിവിടെ XYZ മാത്രമല്ല ABCയും PQR ഒക്കെ നമുക്ക് കാണാം, നമുക്ക് എല്ലാതും ഈസി ആയിട്ട് കാണാൻ പറ്റും. സോ ആദ്യം ABC കാണുകയാണെങ്കിൽ, ഞാനിവിടെ ആംഗിൾ ABC കാണണമെങ്കിൽ എങ്ങനെയായിരിക്കും ചെയ്യുക, നമുക്കറിയാം ടോട്ടൽ ഒരു സർക്കിളിൻ്റെ ചുറ്റുള്ള ആംഗിൾസ് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ഇതിനിവിടെ കറക്റ്റ് ഈക്വൽ ആയിട്ടുള്ള 3 പാർട്സാണ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു ആംഗിൾ എത്രയായിരിക്കും, 360 ഡിവൈഡഡ് ബൈ 3 അല്ലേ. 360 ഡിവൈഡഡ് ബൈ 3 ചെയ്യുമ്പോഴുള്ള ആംഗിൾ എത്രയായിരിക്കുമോ അതായിരിക്കും ഇവിടെ ആംഗിൾ ABC വരിക. 360 ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ എത്ര വരിക, 120 ഡിഗ്രി വരും. ഇവിടെ ആംഗിൾ ABC എത്ര വരിക, 120 ഡിഗ്രി ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ. ഇനി അടുത്തത് ഇവിടെ PQR എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും. ഇവിടെ ടോട്ടൽ 4 ഈക്വൽ ആയിട്ടുള്ള പാർട്സാണ് ആക്കിയിട്ടുള്ളത് അല്ലേ. സർക്കിളിൽ 4 ഈക്വൽ ആയിട്ടുള്ള പാർട്സ് ആക്കിയിട്ട് അതിലൊരു പാർട്ടാണ്. അപ്പോൾ 360 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. 360 ഡിവൈഡ് ബൈ 4. ആൻഡ് സ്ക്വയറിൻ്റെ കാര്യത്തിൽ നമ്മളിവിടെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കറിയാം എന്തായിരിക്കും. ഇവിടെ എന്തായാലും ചെയ്ത് നോക്കാം. 360 ഡിവൈഡ് ബൈ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരിക, 90 ഡിഗ്രി ആയിരിക്കും വരിക അല്ലേ. 90 ഡിഗ്രി ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ PQR 90 ഡിഗ്രി. ഇനി അടുത്ത ഇവിടെ എന്താ ചെയ്തത്, ഇവിടെ 5 ഈക്വൽ പാർട്സാണ് ആക്കിയത് അല്ലേ. 5 ഈക്വൽ ആയിട്ടുള്ള പാർട്സാണ് ആക്കിയത്. അപ്പോൾ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, 360 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. 360 ഡിവൈഡഡ് ബൈ 5. 360 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരിക, 765 72 ഡിഗ്രി ആൻസർ വരും. ഓക്കെ 72 ഡിഗ്രി നിങ്ങളിവിടെ എഴുതിയത് കാണുന്നില്ല അല്ലേ. H is equal to 72 ഡിഗ്രി. 360 ഡിവൈഡ് ബൈ 5 ആണ് ചെയ്തത്. സോ നമുക്ക് 72 ഡിഗ്രി ആൻസർ കിട്ടും. ഓക്കെ, സോ നമ്മളിവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ XYZ എത്ര ആയിരിക്കും വരിക, 72 ഡിഗ്രി ആയിരിക്കും. XYZ 72 ഡിഗ്രി. ഇനി അടുത്ത് വിച്ച് ഫിഗർ ഹാസ് ദ റൈറ്റ് ആംഗിൾ. ഇതിൽ ഏത് ഫിഗറിനാണ് റൈറ്റ് ആംഗിൾ ഉള്ളത്, ഏത് ഫിഗറിനാ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ. ഇവിടെ രണ്ടാമത്തെ ഫിഗറിനാണ് അല്ലേ. ഇവിടെ PQR ആണ് 90 ഡിഗ്രി വന്നുള്ളത്, സ്ക്വയറിൻ്റെ കാര്യത്തിലാണ് 90 ഡിഗ്രി വന്നുള്ളത്. സോ ഈ ഒരു ഫിഗറിലാണ് റൈറ്റ് ആംഗിൾ വന്നുള്ളത്. സോ ഫിഗർ 2 രണ്ടാമത്തെ ഫിഗറിലാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ നെക്സ്റ്റ് പിക്ചർ അക്കോർഡിംഗ് ടു ദ എബോവ് 3 ആൻഡ് റൈറ്റ് ദ മെഷർ ഓഫ് ആംഗിൾ. ഓക്കെ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് ഒരു ഫിഗർ തന്നു, രണ്ടാമത്തെ ഫിഗർ തന്നു, മൂന്നാമത്തെ, ഇനി നാലാമത്തെ ഫിഗർ എങ്ങനെ ആയിരിക്കും എന്നാണ് ചോദ്യം. ഓക്കെ, അത് നിങ്ങൾ ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്.
ഇവിടെ ഇത് കൺഫ്യൂസിങ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇവർ ബ്രാക്കറ്റ് ഇതിൻ്റെ കാര്യം തന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ ഡിവൈഡ് ദ സർക്കിൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ സെൻറ്റിമീറ്റർ റേഡിയസിന് വരയ്ക്കാൻ സർക്കിൾ വരയ്ക്കാനുള്ള റേഡിയസ് നമുക്ക് തരും 3 സെൻറ്റിമീറ്റർ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കോമ്പസിൽ നമ്മൾ 3 സെൻറ്റിമീറ്റർ കറക്റ്റ് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്തിട്ട് വേണം സർക്കിൾ വരയ്ക്കാൻ. ആൻഡ് ഡിവൈഡ് ഇൻറ്റു 6 ഈക്വൽ പാർട്സ് അല്ലേ. ഇവിടെ ആദ്യം 3 ഈക്വൽ പാർട്ടാക്കി, ഇവിടെ 4 ഈക്വൽ പാർട്ടാക്കി, ഇവിടെ 5 ഈക്വൽ പാർട്ടാക്കി. ഇനി അടുത്ത് എന്തായിരിക്കും, നമ്മൾ ബേസിക്കലി നോക്കുകയാണെങ്കിൽ 6 പാർട്ടാക്കാനായിരിക്കും. അപ്പോൾ നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിൾ വരച്ചിട്ട് ഇതിന് നമുക്ക് 6 ഈക്വൽ ആയിട്ടുള്ള പാർട്ട് വേണം. അപ്പോൾ 6 ഈക്വൽ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുമ്പോൾ ഓരോരോ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എത്രയാണ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 360 ഡിവൈഡ് ബൈ 6 ചെയ്താൽ മതി അല്ലേ. സോ 360 ഡിവൈഡ് ബൈ 6 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എത്ര വരിക, 60 ഡിഗ്രി. ഓക്കെ, 60 ഡിഗ്രി ഉള്ള ഓരോരോ പാർട്ടാക്കിയിട്ടായിരിക്കും നമ്മൾ ഫിഗർ വരയ്ക്കുക. സോ ഫിഗർ വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം കറക്റ്റ് സെൻറ്റർ പോയിന്റ് ഉണ്ടാവുമല്ലോ നമ്മൾ കോമ്പസ് വെച്ചാൽ, അവിടെ നിന്ന് ആദ്യം ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ ആദ്യം വരയ്ക്കുക. ഈ ലൈൻ ഇവിടെ സെൻറ്റർ ആണെന്ന് വിചാരിക്കുക, ഇവിടെ സെൻറ്റർ ആണ്, ലൈൻ വരയ്ക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, പ്രൊട്രാക്ടർ എടുക്കുക. പ്രൊട്രാക്ടർ എടുത്തിട്ട് ഇവിടെ കറക്റ്റ് വെക്കുക. ഇവിടെ പ്രൊട്രാക്ടർ എടുത്ത് കറക്റ്റ് വെച്ചിട്ട് ഇതിൽ 60 ഡിഗ്രി മാർക്ക് ചെയ്യുക. 60 ഡിഗ്രി ആണ് ഇവിടെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, 60 ഡിഗ്രി ഞാൻ കറക്റ്റ് എന്നല്ല വരയ്ക്കുന്നത്, നിങ്ങൾ 60 ഡിഗ്രി ആണെന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. 60 ഡിഗ്രി എടുത്തിട്ട് കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഞാനൊരു കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻ്റ് ഒന്നുമല്ല, ഒരു ഇതിൽ വരയ്ക്കുകയാണ്. ഇനി അടുത്ത് എന്ത് ചെയ്യുക, ഇവിടെ പ്രൊട്രാക്ടർ വെക്കുക, ഇവിടുന്ന് 60 ഡിഗ്രി മാർക്ക് ചെയ്യുക, അടുത്ത ലൈൻ വരയ്ക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു മെഷർമെൻറ്റ് വെച്ച് വരയ്ക്കണം, ഇതാക്കുക. അടുത്തത് ഇതുപോലെ വെച്ച് ഇവിടെ 60 വരയ്ക്കുക, ഇനി അടുത്തത് 60 വരയ്ക്കുക, ഇവിടെ 60 വരയ്ക്കുക. ഇങ്ങനെ 6 ലൈൻസ് വരയ്ക്കുക. ക്ലിയർ അല്ലേ? 6 ലൈൻസ് വരച്ചിട്ട് നമുക്ക് ഇതെല്ലാം നമ്മൾ ഫിഗർ ഉള്ളത് അല്ലേ, ഫിഗർ ഈ രൂപത്തിലാണുള്ളത്, നമ്മൾ ഫിഗർ ഇങ്ങനെ ആയിട്ടില്ല. പിന്നെ എന്ത് ചെയ്യുക, നമുക്ക് ഈസി ആയിട്ട് ചെയ്തൂടെ. അപ്പോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഈ 2 ലൈൻസ് തമ്മിൽ ഇവിടെ ജോയിൻ ചെയ്യുക, ഇവിടെ ജോയിൻ ചെയ്യുക, ഇവിടെ ജോയിൻ ചെയ്യുക, ഇവിടെ നെക്സ്റ്റ് ജോയിൻ ചെയ്യുക, ഇവിടെ ജോയിൻ ചെയ്യുക, ഇവിടെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫിഗറായി. ഇവിടെ ഈ ഒരു ഫിഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ കുറച്ച് ലൈൻസ് വരുന്നുണ്ട് അല്ലേ, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മായ്ച്ച് കളയാം. മായ്ച്ച് കളഞ്ഞാൽ എന്തായി, അതുപോലത്തെ ഫിഗറായി. ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻസ്, നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, നമ്മൾ പ്രീവിയസ് ഇയറിൽ വന്ന എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു പോവുക അല്ലേ. നമ്മൾ ഇനിയും അടുത്ത 2 ചാപ്റ്റേഴ്സിന് ഇതുപോലെ വീഡിയോ ഇടുന്നുണ്ട്. സോ അത് നിങ്ങൾ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് നോക്കുക, നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യേണ്ടത്. ആൻഡ് ഇത് ചെയ്യുമ്പോൾ സാറ് ചെയ്യുന്ന മുമ്പ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ശരിക്കും നമ്മൾ വീഡിയോ പോസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നോക്കാൻ. അപ്പോഴേ നിങ്ങൾ ചെയ്ത് കറക്റ്റാണെന്ന് അറിയുള്ളൂ. സാറ് പറയാൻ മറന്നുപോയി. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ 2 ചാപ്റ്റേഴ്സിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ആണല്ലേ നിങ്ങൾ പോസ് ചെയ്ത് വെക്കുക, നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് വേണം സാർ എങ്ങനെയാണ് ചെയ്യുന്നുള്ളത് നോക്കാൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും പഠിച്ചോട്ടെ. ഓക്കെ, ബൈ, താങ്ക് യു.